അതെ, ഈ കാടിനുള്ളിൽ ഞാൻ പെട്ടു എന്നാണ് തോന്നുന്നത്. ഞാനൊരു മലേനെ ലക്ഷ്യമിട്ടുകൊണ്ട് വന്നതാണ്. റോഡ് സൈഡിൽ വണ്ടി തന്നെ പാർക്ക് ചെയ്ത് നേരെ കയറി വന്നു. പക്ഷേ വഴി ചെറുതായിട്ട് മാറിപ്പോയി. സംഭവം എന്താ വെച്ചാൽ ഇനി കയറി പ്രശ്നമാണ്. ഞാൻ തിരിച്ച് വണ്ടി ഉള്ളിടത്താണ് പോകുന്നത്. നമുക്ക് നേരാഴ വഴിയിലൂടെ മല കയറാൻ പറ്റുമെന്ന് ട്രൈ ചെയ്യാം, സൂര്യ അസ്തമിക്കുന്നേക്കാളും മുമ്പ്. കാരണം സൂര്യ വെളിച്ചം പോയി പിന്നെ ഈ ഭാഗത്ത് ഇറങ്ങി വരുന്നത് രാത്രി സമയങ്ങളിൽ ഒട്ടും പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ആ രണ്ട് മലകളിൽ നടുവിലൂടെ കയറാനാണ് ഞാൻ പ്ലാൻ ചെയ്തത്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. പക്ഷേ അത് നഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. കാരണം എനിക്ക് ആ മല സ്കിപ്പ് ചെയ്ത് വേറെ മലയിലോട്ട് കയറിയേ പറ്റും. കാരണം തിരിച്ചിറങ്ങാൻ നേരത്ത് ബുദ്ധിമുട്ടാവും, രാത്രിയാകുമ്പോൾ വഴി ഉണ്ടാവില്ല. അതുകൊണ്ട് മാറിക്കയറി കാരണം ഇടയ്ക്കിടയ്ക്ക് എന്തൊക്കെയോ ശബ്ദം കേൾക്കാം. കണ്ടില്ലേ ആ ഒരു ഹൈ ടെൻഷൻ ലൈൻ കണ്ടില്ലേ അവിടെ പോയിരിക്കുന്നത്? ആ ലൈനിൻ്റെ ഏകദേശം അടയാളത്തിലാണ് ഞാൻ ഈ കാടൊക്കെ കയറി ഇറങ്ങി പോകുന്നത്. ഞാൻ ഏകദേശം ഈ ഒരു മല കയറി ഇറങ്ങി ഏകദേശം. ഇനി അടുത്തത് നമുക്ക് കണ്ടില്ലേ ഈ കാട് കഴിഞ്ഞാൽ അവിടെ ഹൈ ടെൻഷൻ ലൈൻ പോയിരിക്കുന്ന കാണാം. അതുകൊണ്ട് കയറി അങ്ങോട്ട് ചെല്ലണം. ചില മലകളൊക്കെ മൊട്ടക്കുന്നാട്ടോ, വലിയ രീതിയിൽ കാടൊന്നുമില്ല. പക്ഷെ താഴോട്ടൊക്കെ ചാല് പോലെയുള്ള സ്ഥലത്തൊക്കെയാണ് നമുക്ക് ഘോര വനങ്ങളൊക്കെ കാണുന്നത്. അവിടെ എന്തെങ്കിലും അനിമൽസ് കാണും. അതാ എനിക്ക് ഇവിടെ ഒരു വണ്ടി പോയ ഒരു ട്രാക്ക് കാണുന്നുണ്ട്, കണ്ടില്ലേ? ഈ ട്രാക്കിലൂടെ നടന്ന് എവിടെയെങ്കിലും എത്തും നോക്കട്ടെ. കാരണം ഈ കാട് കയറി പോകുന്നത് അത്രയ്ക്കും അനുയോജിതമായ കാര്യമല്ല. അതും ഒറ്റയ്ക്ക്. എന്തെങ്കിലും ഒരു ആനയോ വലുത് മുമ്പിൽ വന്ന് പെട്ടാലുണ്ടല്ലോ സീന. എന്തായാലും ഈ റോഡ് എവിടെയെങ്കിലും എത്തുമല്ലോ, വെറുതെ ഈ റോഡ് ഇവിടെ ഉണ്ടാവില്ലല്ലോ. എനിക്ക് ഏകദേശം ഒരു ട്രാക്ക് കിട്ടിട്ടോ. പക്ഷേ ഇത് ശരിക്കുള്ള ട്രാക്കാണോ, ഈ പശുക്കളൊക്കെ നടക്കുന്ന ഒരു സ്ഥലം കൂടെയാണ്. അപ്പോൾ അങ്ങനെ രൂപപ്പെട്ടതാണോ അറിയത്തില്ല. ഈ ഇടയ്ക്കൊന്നും ആൾക്കാർ ഈ വഴി സഞ്ചരിച്ചതായിട്ട് എനിക്ക് തോന്നുന്നില്ല, കാണുന്നില്ല. ഞാൻ കുറച്ച് സ്പീഡാക്കി കേട്ടോ. ഇവിടേക്ക് വഴി തീർന്നു. ഇവിടെ പന്നീൻ്റെ പരിപാടി എന്തോ സംഭവമുണ്ട്. അതുപോലെ തന്നെ ബിയർ കുപ്പികളും കാണാം. ആൾക്കാർ വന്നിട്ടുണ്ട്, പക്ഷേ ട്രാക്കൊന്നും കാണുന്നില്ല. ഇതിലൂടെ കയറി ഇറങ്ങി പോകണിപ്പോൾ. ഇല്ല, റോഡൊന്നുമില്ല, ചുറ്റും കാണിച്ചതേ. ശരിക്കും പെട്ട് വല്ലാത്തൊരവസ്ഥ. എനിക്ക് എന്തിൻ്റെ കേടായിരുന്നു? മര്യാദയ്ക്ക് ഉള്ള വഴിക്കരെ കയറിയാൽ പോരായിരുന്നോ? സാധാരണ ആൾക്കാർ കയറുന്ന വഴിക്കരെ അങ്ങ് കയറി പോയാൽ മതിയായിരുന്നു. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് കുറച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടുന്നുണ്ട്. എനിക്ക് ശരിക്കും കയറാനുള്ളത് ആ മലയാണ്. എപ്പോൾ എത്താനാണ് ഇനി? കണ്ടില്ലേ ഇവിടെ ആകെ നമുക്ക് കാണുന്നത് അവിടെ റിസോർട്ട് പോലൊരു സംഭവമുണ്ട്, കണ്ടില്ലേ? അത് മാത്രമേ ഉള്ളൂ. ഇടയ്ക്കിടയ്ക്ക് ഒരു വീടൊക്കെ ഉണ്ട്, പക്ഷെ അത് കാണുന്നില്ല എന്നുള്ളൂ. ആ മലയാണ് കയറാനുള്ളത്. പക്ഷേ ശരിക്കും ഉദ്ദേശിച്ച മല ഞാൻ അതല്ല. ഞാനിവിടെ ആദ്യം ഞാൻ കയറുന്നേക്കാളും മുമ്പ് ഷൂട്ട് ചെയ്തിരിക്കുന്ന ഇത് കാണിച്ചു തരാം. ആ മലയായിരുന്നു. മൊത്തത്തിൽ വഴി തെറ്റി. അപ്പോൾ പിന്നെ വഴി തെറ്റിയപ്പോൾ ഞാൻ മൊത്തത്തിൽ ഓക്കെ ചെല്ലുന്നിടത്ത് ചെല്ലാമെന്ന് വിചാരിച്ചതാണ്. കുറേ സമയമുണ്ടായിരുന്നു. പക്ഷേ നടന്ന് എവിടേക്കോ എത്തി. അതാണ്. പിന്നെ ഒറ്റയ്ക്കായതുകൊണ്ട് പേടിയില്ല. അങ്ങനെയല്ല, ഇപ്പം എനിക്കെന്തെങ്കിലും പറ്റിയെങ്കിൽ എനിക്ക് മാത്രമല്ലേ പറ്റുള്ളൂ. കൂടെ ഉണ്ടെങ്കിൽ അവരും കൂടെ ശ്രദ്ധിക്കണ്ടേ. അതാണ്. നമ്മുടെ ടെൻറ്റും മറ്റേ ഗ്യാസിൻ്റെ പരിപാടികളൊക്കെ ചെറിയ സ്റ്റൗ ഉണ്ടല്ലോ, മിനി സ്റ്റൗ ഒക്കെ എടുക്കുമായിരുന്നെങ്കിൽ പൊളിയായിരുന്നു. കാരണം ഇവിടെ രാത്രി ഇവിടെ കാട്ടിൽ സ്റ്റേ ചെയ്താലും കുഴപ്പമില്ല. ഇതിപ്പോൾ വല്ലാത്തൊരവസ്ഥയായി. രാത്രിയാവുന്ന കയറുമ്പോൾ ഇറങ്ങിയേ പറ്റൂ. ഇപ്പം ചെറുതായിട്ട് ദാഹിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഏകദേശം മുകളിലോട്ട് കയറി വന്നു. എവിടെയാണ്ടാണ് വെച്ച് വഴി തെറ്റിയത്. എനിക്ക് ആക്ച്വലി ലെഫ്റ്റിലോട്ടായിരുന്നു പോകാനുണ്ടായിരുന്നു. ഞാൻ റൈറ്റിലോട്ട് കയറി, അതാ പെട്ടുപോയത്. സൂര്യൻ ഏകദേശം അസ്തമിച്ച മട്ടാണ്, കണ്ടില്ലേ? ആ മലയുടെ അപ്പുറം കുറച്ചും കൂടെ ഉള്ളൂ. അപ്പോൾ ഇതാണ് ഞാൻ കയറി വന്ന വഴി, കണ്ടില്ലേ? ഈ കാടിൻ്റെ എവിടെയോ നടുക്ക് വെച്ചാണ് പെട്ടുപോയത്. വണ്ടി അവിടെ എങ്ങാണ്ടാണ് ഞാൻ വെച്ചത്. ഒന്നും ഒരു ധാരണയില്ല. തിരിച്ചിറങ്ങാൻ നേരത്ത് കൃത്യമായിട്ടുള്ള വഴി നോക്കി ഇറങ്ങിയാൽ മതി, പിന്നെ പ്രശ്നമില്ല. അപ്പോൾ ഞാനിപ്പം ഏകദേശം ആളും അനക്കമുള്ള ഒരു സ്ഥലത്തോട്ട് എത്തി. ഞാൻ ഉദ്ദേശിച്ച സ്ഥലത്തോട്ട് ഏകദേശം എത്താറായി.
വായ്സൊക്കെ പെട്ടെന്ന് ഡൗൺ ആയിപ്പോയി. കാരണം അത്യാവശ്യം ചെറുതായിട്ടൊന്ന് പേടിച്ചായിരുന്നേ. അതുകൊണ്ട് ഈ കാടൊക്കെ ക്രോസ് ചെയ്ത് ഇപ്പം ഞാൻ എത്തിയിരിക്കുന്ന വ്യൂ പോയിൻ്റ് കണ്ടില്ലേ, എത്ര ബ്യൂട്ടിഫുള്ളാണ്. യെസ്, നിങ്ങൾ ഈ ഫ്രെയിം കണ്ടില്ലേ, വ്യൂ ആണ്. ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ആ ഒരു എന്താ പറയുക, സൂര്യൻ ഏകദേശം അസ്തമിച്ചു, അവിടെയൊക്കെ മഞ്ഞ് മൂടി തുടങ്ങിയിട്ടുണ്ട് ആ ഒരു ഭാഗത്തൊക്കെ കണ്ടില്ലേ. അതുകൊണ്ട് അങ്ങോട്ടുള്ള മലനിരകളൊക്കെ നമുക്ക് വ്യക്തമായിട്ട് കാണാൻ സാധിക്കുന്നില്ല. ഈ അതിമനോഹരമായ സൺസെറ്റും കഴിഞ്ഞ് പിന്നെ തണുപ്പ് കയറും, അത് കഴിഞ്ഞ് പിന്നെ തണുപ്പ് കയറും. ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാതെ ഇവിടം വരെ എത്തി. ഇനി വണ്ടി ഇരിക്കുന്നിടത്ത് അധികം ദൂരമില്ല, കാരണം ഞാൻ കയറി വന്ന വഴി അതങ്ങനെയായിരുന്നു. പെട്ടുപോയി, ഒരു 4-5 മണിക്കൂർ പോയി. പക്ഷേ വണ്ടി ഇരിക്കുന്ന സ്ഥലം തൊട്ടടുത്താണ്. തൊട്ടടുത്തെന്ന് പറയുമ്പോൾ അത്ര അടുത്തല്ല, വലിയ ദൂരമൊന്നുമില്ല. നമുക്ക് ഇരുട്ടിയാലും പ്രശ്നമില്ല. അത്യാവശ്യം ലൈറ്റ് അടിച്ചൊക്കെ പോയിട്ട് നമുക്ക് താഴെ ഇറങ്ങാവുന്നേ ഉള്ളൂ. പിന്നെ ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ അപ്പുറം മലയിൽ നിൽക്കുന്ന കാണാൻ സാധിക്കും. പ്രതീക്ഷ പോലെ അധികം ആൾക്കാരുണ്ട്. അപ്പം ഈ എന്താ പറയുക, യുദ്ധവിമാനം പോകുന്ന കൂട്ടാണ് നമ്മുടെ തലമുകളിലേക്കൊക്കെ ഡ്രോൺ പറപ്പിക്കുന്നത് ഇവർ. ഈ വഴി കണ്ടില്ലേ, ഞാൻ ആ കാട്ടീക്കര കയറി അപ്പുറം ഒരു മലമുണ്ട്, അതിലൂടെയാണ് ഞാൻ കയറി വന്നത്. അപ്പോൾ എന്തായാലും തിരിച്ച് ആളും അനക്കമുള്ള സ്ഥലത്തോട്ട് ചെന്നെത്താമെന്ന് വിചാരിക്കുന്നു. കാരണം ഇങ്ങോട്ട് പോയാലും ഞാൻ മുമ്പൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ ഒരു മലയുടെ മുകളിൽ പോയിട്ടുള്ള വീഡിയോ ഒക്കെ. അതുപോലെ തന്നെ ആ ഒരു മഞ്ഞിൽ മൂടി നിൽക്കുന്ന അങ്ങ് ദൂരെ കണ്ടില്ലേ, അത്യാവശ്യം ഹൈറ്റിൽ സ്ഥിതി ചെയ്യുന്ന ഒരു മല. അങ്ങോട്ട് പോയിട്ടില്ല, പോകാൻ സാധിക്കത്തില്ല. എന്തായാലും ഈ വഴി ഞാൻ പോകുന്നില്ല, ഒരുപാട് നടന്ന് വെറുതെ എന്തിനാ തലകങ്ങി വീഴുന്നത് സീനായിരിക്കും. അതുകൊണ്ട് എന്തായാലും ഞാൻ തിരിച്ച് അവിടെ കണ്ടില്ലേ, ആ ഒരു മലമുകളിൽ ഇഷ്ടംപോലെ ആൾക്കാർ നിൽക്കുന്ന കാണാൻ കണ്ടില്ലേ. വേണമെങ്കിലൊരു സൂര്യ അസ്തമിക്കുന്നവരെ ഈ ഒരു ഫ്രെയിമിൽ എവിടെയെങ്കിലും നിൽക്കാം. അത്യാവശ്യം ഇത് ആളും അനക്കം ഇല്ലാത്തൊക്കെ സ്ഥലമാണ്. പക്ഷെ അവിടം വരെ പോകാമെന്ന് വിചാരിച്ചു, കാരണം അവിടെ ചെന്നാൽ പിന്നെ കുറച്ചും കൂടെ ഉള്ളൂല്ലോ വണ്ടിയുടെ അടുത്തോട്ട് എത്താൻ വേണ്ടി. അതുകൊണ്ടാണ് കുറച്ചും കൂടെ കഴിയുമ്പോൾ മനസ്സിലാവും തണുപ്പ് കയറുന്നത്. വണ്ടി പോകുമ്പം പൊളിയായിരിക്കും, കുഴപ്പമില്ല. വണ്ടിയിൽ അത്യാവശ്യം തണുപ്പ് കയറാണ്ടിരിക്കാൻ വേണ്ടിയുള്ള സെറ്റപ്പൊക്കെ വണ്ടിയിലുണ്ട്. രണ്ട് എന്താ പറയുക, ജാക്കറ്റൊക്കെ പിടിച്ചുകൊണ്ടാണ് വന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ഈ സൂര്യൻ അങ്ങ് അസ്തമിച്ച് കഴിഞ്ഞാൽ പിന്നെ ഉണ്ടല്ലോ ഈ ഒരു ഫ്രെയിം കാണാൻ സാധിക്കത്തില്ല. ഇപ്പോൾ എന്ന് പറയുമ്പോൾ ഒരു ഗോൾഡൻ കളർ ഫ്രെയിമാണുള്ളത്. ഞാൻ ഇപ്പോൾ അധികം ഒന്നും ആൾക്കാർ സഞ്ചരിക്കാത്ത വഴിയിലൂടെയാണ് ഞാൻ നടന്ന് കയറിയൊക്കെ വന്നത്. പക്ഷെ അവിടെ പോലും ബിയർ കുപ്പികളും പ്ലാസ്റ്റിക് വേസ്റ്റുകളൊക്കെ ഉണ്ട്. എന്താ ഇങ്ങനെ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഈ ഒരു നേച്ചറിൽ അത് ഡിസ്പോസ് ചെയ്യാൻ നേരത്ത് ഒന്ന് ആലോചിച്ചുകൂടെ? ബിയർ കുപ്പികളൊക്കെ പൊട്ടിച്ചിട്ടേക്കണേ, നടക്കുന്ന ആ ഒരു വഴി തന്നെ ഇതിട്ടേക്കണേ. എത്രയെന്ന് പറഞ്ഞാൽ എടുത്ത് കളയാനാ. അപ്പോൾ എൻ്റെ ഇപ്പോൾ ബാക്കിൽ കാണുന്ന ആ ഒരു വ്യൂ കണ്ടില്ലേ, ആ ഒരു മലനിരകളിലൊക്കെ പച്ചപ്പ് ഏകദേശം പോയി തുടങ്ങി. ഡിസംബർ മാസമാണല്ലോ. അപ്പോൾ നേരെ താഴെ ആ ഒരു താഴ്വാരത്ത് വെള്ളം ഒഴുകുന്ന ശബ്ദം നമുക്ക് കേൾക്കാം. കണ്ടില്ലേ, നമ്മൾ നേരത്തെ കണ്ട ഒരു ഹൈ ടെൻഷൻ ലൈനൊക്കെ പോയിരിക്കുന്ന ആ ഒരു മല കണ്ടില്ലേ. ഇങ്ങനെ ഈ മലയുടെ അപ്പുറയാണ് അത് കണക്ട് ചെയ്ത് പോകുന്നത്. ഇവിടെ നിൽക്കുന്ന നേരത്ത് ആ ഒരു അറ്റത്ത് ഒരുപാട് ആൾക്കാർ നിൽക്കുന്നത് കാണാൻ സാധിക്കും. ഈ മലയുടെ അപ്പുറത്തും ഉണ്ട് ഒരുപാട് വ്യൂ പോയിൻ്റ് ഉണ്ട്. പിന്നെ കയറി ഇറങ്ങി പോവാം. പിന്നെ താഴ്വാരത്ത് കുറച്ച് എന്താ പറയുക, വലിയ കുത്തനുള്ള ഇറക്കമല്ല, പക്ഷെ 4 തെറ്റി താഴെ പോയെങ്കിൽ പിന്നെ സീനാണ്. ഏകദേശം സൂര്യൻ അസ്തമിച്ച് നമുക്ക് കുറച്ചും കൂടെ ഒരു ലെവലും കൂടെ ആ ഒരു മലയിൽ നിന്ന് മാറി ഇപ്പോൾ ഏകദേശം മല ടച്ചായ പോലെയാണ് സൂര്യനുള്ളത്. പക്ഷെ കണ്ണും കൊണ്ട് കാണാൻ നേരത്തും ആ ഒരു ക്യാമറയുടെ ഫ്രെയിമിലൂടെ കാണാൻ നേരത്തും ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫ്രെയിമായിരിക്കും, കാഴ്ചയായിരിക്കും. ആ സൂര്യൻ്റെ ആ ഒരു പ്രകാശം എന്ന് പറയുന്നത് നമ്മുടെ കണ്ണെന്ന് പറയുമ്പോൾ അത്രയ്ക്കും ഫോക്കസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേ ക്യാമറയിലൂടെ അത് കറക്റ്റായിട്ട് ക്യാപ്ചർ ആവും. അതുകൊണ്ട് എനിക്ക് അത്രയ്ക്ക് വ്യക്തമായിട്ട് നോക്കാൻ സാധിക്കുന്നില്ല. ഏകദേശം മലയെ ടച്ചായിട്ട് അസ്തമിച്ചു എന്ന് എനിക്ക് തോന്നുന്നത്. പിന്നെ വെള്ളം കുടിക്കാനുള്ള സ്ട്രീമൊക്കെ എന്ന് പറയുമ്പം അത്യാവശ്യം ഉണ്ടായിരുന്നു, പക്ഷേ വെള്ളം ഇച്ചിരി കുറവായിരുന്നെങ്കിൽ പോലും നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലായിരുന്നു ഞാൻ കയറി വന്ന വഴി എന്ന് പറയുന്നത്. പിന്നെ പശ്ചിമഘട്ടം എന്ന് പറഞ്ഞാൽ അറിയാലോ, വാട്ടർ സോഴ്സ് എന്തായാലും എവിടെയെങ്കിലും ഉണ്ടാവും. നമ്മളങ്ങനെ പെട്ടെന്ന് പെട്ടുപോകുന്ന ഒരു അവസ്ഥയൊന്നും ഉണ്ടാവത്തില്ല. നമ്മുടെ സൂര്യൻ അസ്തമിച്ച് പകുതിയോളമായി അവിടെ കണ്ടില്ലേ. അപ്പം ഇവിടുത്തെ ലൈറ്റൊക്കെ ഏകദേശം ഇനി പോയി തുടങ്ങി. ഇനി ചെറുതായിട്ട് തണുപ്പും കയറി തുടങ്ങും. നമുക്ക് ഇവിടെ അത്ര തണുപ്പില്ല, പോകുന്ന വഴിക്ക് നടുക്ക് വെച്ചൊരു തണുപ്പ്, നടുക്കെന്നല്ല കുറച്ചൊരു 2-3 കിലോമീറ്റർ ആയ ശേഷം ഒരു തണുപ്പ് ഫീലായി തുടങ്ങും. എന്തായാലും കുറച്ചൊക്കെ ഇരട്ടിയ ശേഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുന്നുള്ളൂ, പെട്ടെന്ന് അങ്ങനെ ഇറങ്ങി പോകുന്നില്ല. ചെറുതായിട്ട് ആ തണുപ്പൊന്ന് കയറി വരട്ടെ.
ഞാൻ നന്നായിട്ടൊന്ന് വേർത്ത് ഇങ്ങനെ ബോഡിയൊക്കെ ഹീറ്റായിരിക്കുകയാണ്. അതുകൊണ്ടാണ് എനിക്ക് അത്രയ്ക്കും ഫീൽ ചെയ്യാൻ പറ്റാത്തത്. ഞാൻ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിരുന്നത് തീർന്നിട്ടില്ല. ജസ്റ്റ് ഒന്ന് എന്താ പറയുക, വീഡിയോ കട്ട് ചെയ്യാണ്ട് ഒറ്റൊരു ഷോട്ടിൽ അത് കിട്ടിയെന്ന് തോന്നുന്നു. സൂര്യൻ ഫുള്ളി അസ്തമിച്ചു. അതിൻ്റെ ഒരു ലൈറ്റിൻ്റെ ഒരു പ്രകാശം മാത്രമേ കാണാൻ സാധിക്കുന്നുള്ളൂ. താഴോട്ട് വലിയൊരു അരുവി ഒഴുകുന്ന ശബ്ദം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ല രീതിയിൽ അത് ആസ്വദിക്കാൻ പറ്റുന്നുണ്ട്. നമ്മൾ എവിടെ പോയാലും ആദ്യമായിട്ട് എന്തെങ്കിലും ഒരു ഭക്ഷണം നമ്മുടെ കയ്യിൽ കരുതിയിരിക്കണം. അത് എന്തെന്നില്ല, എന്താണെങ്കിലും. ഇപ്പോൾ ബ്രെഡാണെങ്കിൽ ബ്രെഡ്, എന്തെങ്കിലും സ്നാക്സ് ആണെങ്കിൽ അങ്ങനെ. അപ്പോൾ അതെന്തായാലും എന്താ പറയുക, യാതൊരു സമയത്തും നമുക്കത് ഉപകാരപ്പെടും.